സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ടേ ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകെ ഒരാൾ പെട്ടെന്ന് വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. തിരിഞ്ഞു നോക്കിയും പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുംബിക്കുകയും ചെയ്തു. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോകും. ഒന്നാമതായിട്ട് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം, ഒരു നല്ലൊരു നടനും കൂടെ ഞങ്ങളായപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോടൊരു കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നിനക്ക് നാണല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്തേ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ നോ എന്ന് പറഞ്ഞു. എന്റെ എല്ലാ മാനവും പോയി. പോകുമ്പോ ഒരാവേശത്തിലെടുത്ത് ചാടി. വേണ്ടായിരുന്നു അല്ലേ? ജയസൂര്യാണ് പുറകുന്ന അപ്രത്യക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്. ഇനി എന്നാ ചെയ്യും കർത്താവേ? കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? പറഞ്ഞ പോലെ പീഡന കേസ് കൊടുക്കൂ. അല്ല, ഇപ്പൊ പെമ്പിളാരെ നോക്കിയാൽ തന്നെ കേസാ, ജാമ്യം വരെ കിട്ടില്ല. പരാതി എന്ന് പറയാം. എനിക്ക് അന്നേരത്തെ ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ ആ സമയം 13 വർഷം മുമ്പ് ആയതുകൊണ്ട് ധൈര്യമില്ല, എന്തോ സംഭവിച്ചത്, ഇനി ഫിലിപ്പീനിൽ ഇങ്ങനെയൊക്കെയാണോ എന്നുകൂടെ നമുക്ക് തോന്നുമായിരുന്നു എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അത് എന്നാലും ജഗദീഷ് ചേട്ടനോട് പറഞ്ഞു. ജഗദീഷ് ചേട്ടൻ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞായിരുന്നേ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും